ഓൺലൈൻ വഴി വളരാൻ എത്രത്തോളം തയ്യാറാണ്? കസ്റ്റമേഴ്സ് നിങ്ങളെ കണ്ടെത്തുന്നുണ്ടോ? നമ്മളിപ്പോൾ ചെയ്തതിന്റെ സമ്മറി ഇതാണ്. ഈ സർവേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. കസ്റ്റമേഴ്സ് നിങ്ങളെ കണ്ടെത്തുന്നുണ്ടോ? നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ടന്റ് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? എൻക്വയറീസ് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇതേ വഴി മനസ്സിലാക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, പാസ്വേഡ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഫൗണ്ടേഷൻ തീരുമാനിക്കും. കണ്ടന്റ് സ്ട്രെങ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് റീൽസ്, മുഖം കാണിച്ചിട്ടുള്ള കണ്ടന്റ്, പിന്നെ വാട്സപ്പ് നമ്പർ, CTA, അങ്ങനെയുള്ള സംഭവങ്ങൾ. വിസിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്, ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ടോ. അതുപോലെ ട്രസ്റ്റിനുള്ള ഫാക്ടേഴ്സ് ആണ് നേരത്തെ പറഞ്ഞതിൽ, അതും പെടും. കസ്റ്റമർ റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ്, അങ്ങനെയുള്ള. കസ്റ്റമർ കൺവേർഷൻ റെഡിനെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വേഗം കൺവേർട്ട് ആവും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ്സ് കിട്ടും. അത് ഏത് ബിസിനസ്സിനായാലും, പേജ് ഇല്ലെങ്കിലും, വെറുതെ ഒരു പേജ് ഉണ്ടെങ്കിലും, കാര്യമായിട്ട് കണ്ടന്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലീഡ്സ് കിട്ടും. പക്ഷെ അത് ആ ലീഡ്സ് കൺവേർട്ട് ആവണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ട്രസ്റ്റ്, വിസിബിലിറ്റി, കണ്ടന്റ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം. അതിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നമ്മൾക്ക് ഒരു സാധനം കണ്ട് ഓടിച്ചെന്ന് ഓർഡർ ചെയ്യില്ലല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് ജെനുവിനാണോ, നല്ല ആളുകളാണോ ചെയ്യുന്നത്, അത് വിശ്വാസം വന്നാലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്കോർ നിങ്ങളിപ്പോ നന്നായി ചെയ്തു എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ആയിട്ട് ചെയ്തു എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഇപ്പൊ ഏത് ഗ്രോത്ത് സ്റ്റേജിലാണ്, അതൊരു 4 സ്റ്റേജ് പറയാം. ആദ്യം ഒരു സീഡ് സ്റ്റേജ്, പിന്നെ ഒരു ഗ്രോത്ത് സ്റ്റേജ്, പിന്നെ ഒരു എന്താ പറയാ, സ്കെയിൽ സ്റ്റേജ് ഉണ്ട്. അങ്ങനെ 3 സ്റ്റേജിൽ. അപ്പൊ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഇല്ലാന്ന് എഴുതിയത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇല്ല എന്നുള്ള ആൻസർ വന്നത്, അവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതാണ് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് ശരിക്കൊരു നമ്മൾ പറയില്ലേ, പഠിച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഒരു MBA പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ഇങ്ങനെയാണ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ലെവലിൽ നമ്മളിപ്പോ പറയാണ്, നിങ്ങൾ ഒരു ഓൺലൈൻ ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പ്, ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, അങ്ങനെ ചെയ്ത് വരേണ്ട ഒരു സംഭവമാണിത്. അത് കംപ്ലീറ്റ് സെറ്റപ്പ് ആയാലേ ഒരു ബിസിനസ് റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് അവിടെ ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവും. ഇതെല്ലാം ചെയ്ത അവസാനം ആഡ് കൊടുക്കാൻ നേരത്ത് അത് വർക്ക് ചെയ്യില്ല. അവിടെ വാട്സപ്പിൽ മെസ്സേജ് വരില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫൊർഗോട്ട് പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ OTP വരില്ല. അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് കണ്ടന്റ് സംഭവങ്ങളൊക്കെ എടുത്ത് പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവര് റീൽസ് ഇടുന്നു, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു, പണ്ട് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടിലായിരിക്കാം റീൽസ് ഒക്കെ ഉണ്ടായി, ഫോളോവേഴ്സ് ഒക്കെ ആയി വന്നു. പക്ഷെ പരസ്യം കൊടുക്കാൻ നേരത്ത് അക്കൗണ്ടിൽ പ്രശ്നങ്ങൾ വരുന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇമെയിൽ ID ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ഇത് പഠിച്ച് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഒരു ഈ ഫോളോവേഴ്സിന്റെ കാര്യം വീണ്ടും പറയുന്നത് ഇതാണ്. ഫോളോവേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പക്ഷെ അതല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ വേണ്ടത് കണ്ടന്റ് ആണ്. നിങ്ങളുടെ പേജില് നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫോളോവേഴ്സ് വരും, നല്ല കസ്റ്റമേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഫോളോവേഴ്സിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ലീഡ്സ് വരാനുള്ള കാര്യങ്ങൾ, ഒന്ന് കണ്ടന്റ്, അത് കഴിഞ്ഞിട്ട് ആഡ് കൊടുത്താലാണ് നിങ്ങൾക്ക് അതിന്റെ ലീഡ്സ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഇപ്പൊ എനിക്ക് എന്റെ ഇതിൽ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും. ഞാൻ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങളുടെ KGI സ്കോർ വിലയിരുത്തി വ്യക്തിഗത നിർദ്ദേശങ്ങൾ ലഭിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നിടാം, അല്ലെങ്കിൽ ഇല്ല. അതായത് KGI സ്കോർ വിലയിരുത്തി നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് വേണോ, എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. നിങ്ങൾ എന്തായാലും ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ, മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ വന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അടിക്കുക. അപ്പോൾ വ്യൂ സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും.